അസ്സലാമു അലൈക്കും. എന്നെ ശ്രദ്ധിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ ഒന്നും കൂടി അസ്സലാമു അലൈക്കും. ഇന്ന് മുസ്ലിങ്ങളിലെ ചില വിവാഹ ആൾക്കാർ പറയുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ആ സ്വന്തം മാതാവായാലും പിതാവായാലും പട്ടിയെ കൊണ്ട് കുഴിച്ചിട്ട് വരുന്ന പോലെ വരിക. ഇപ്പൊ പട്ടികളെയാണല്ലോ കുഴിച്ചിട്ടിട്ട് നമ്മളൊന്നും മിണ്ടാതെ വരുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ പട്ടികളെ തുല്യമാണ്. അവരെ കൊണ്ട് മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. പട്ടികളെ തുല്യമാണ് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ. ഹിന്ദു സഹോദരന്മാര് അവര് ഒരു വർഷത്തിലൊരിക്കൽ ബലിതർപ്പണം ചെയ്യുന്നു. മരണപ്പെട്ടവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കല്ല അവര് ബലിതർപ്പണം ചെയ്യുന്നു. അവർക്ക് മരണപ്പെട്ടവരുടെ ഓരോ വിശ്വാസമുണ്ട്. ക്രിസ്ത്യാനികൾ അവര് ആഴ്ചയിൽ അവരുടെ പിതൃക്കൾ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് ഞായറാഴ്ച അവിടെ കൊണ്ട് പൂ വെച്ചിട്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസ്ലാമിലാണ് ചില കൂട്ടർ വന്നിരിക്കുന്നത്. സ്വന്തം ബാപ്പായും ഉമ്മയും പട്ടികളെ തുല്യം പോലെ അവരെ കൊണ്ട് കുഴിച്ചു മൂടിയിട്ട് ഇങ്ങോട്ട് വരിക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഇസ്ലാമിന് കുറെ കുത്തിത്തിരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിദിനം ആഘോഷിക്കാൻ പാടില്ല, സുന്നത്ത് നോമ്പില്ല, നേർച്ചകളില്ല, അതെല്ലാം കെട്ടിച്ചമച്ചതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ താടിയൊക്കെ വെച്ചിട്ട് ഇതായിട്ട് നടക്കുന്നുണ്ട്, നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു വാങ്ങിച്ചാണ് നിസ്കാരം, അല്ല ഖുറാനിൽ പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹിന്റെ റസൂല് അള്ളാഹിന്റെ അടുത്ത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൂ. ഖുറാനിൽ എഴുതി വെച്ചിട്ടില്ല നിസ്കാരം. പിന്നെ നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നേ? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തവരെന്തിനാ നിസ്കരിക്കുന്നേ? അതിന്റെ ആവശ്യമില്ല. ചുമ്മാ കുത്തിത്തിരിപ്പ്. ഇസ്ലാമിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ ഈ കബറില കൊണ്ടുവെക്കുന്നേ? അങ്ങുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടേക്കണമെന്നേ. അങ്ങനെ കുഴിച്ചിട്ടാ പോരെ. ഈ ആലിയാർ തങ്ങൾ എങ്ങനെയാ തങ്ങളായത്? കുറെ വിഭാഗം ആലിയാർ തങ്ങളെ ഭയങ്കര വിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും വേണ്ടാന്ന് വെച്ചു. ഈ ആലിയാർ തങ്ങളായത് എങ്ങനെ? തങ്ങളായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകളെ കെട്ടിയ പിന്നെയാണ് തങ്ങളായത്, അല്ലെ ആലിയാർ തന്നെ. ഇന്ന് കുറെ പേര് കുത്തിത്തിരിപ്പ്. ഉസ്താദന്മാർ തന്നെ പല പല അഭിപ്രായക്കാരാണ്. ഉസ്താദന്മാർ ഇപ്പം തമ്മിൽ അടിപ്പിക്കുകയാണ്. ഇസ്ലാമിലെ തമ്മിൽ അടുപ്പിക്കുകയാണ്. ആ ഉസ്താദ് അങ്ങനെ പറയുന്നുണ്ട്, കാന്തപുരം ഇങ്ങനെ പറയുന്നുണ്ട്. ഉസ്താദന്മാർ തന്നെ തമ്മിലടിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വരുന്ന ഉസ്താദന്മാര് തമ്മിലടിപ്പിക്കുന്നവരായിരിക്കുമെന്ന്. മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ദുആ ചെയ്യുന്നത്? ഖുറാനിൽ ഓരോ സൂറത്തുണ്ടല്ലോ. ഖുറാനിൽ 26ാമത്തെ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, അവനിഷ്ടമുള്ളവർക്ക് പല പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അവനിഷ്ടമുള്ളവർ ദീന് പൈസ എല്ലാവർക്കും കൊടുക്കും. ദീന് അവനിഷ്ടമുള്ളവർക്ക് കൊടുക്കുള്ളൂ. അല്ലാഹു തആല ദീൻ അവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുള്ളൂ. എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാവർക്കും പല പല കഴിവുകൾ കൊടുക്കും. പക്ഷേ അവനിഷ്ടമുള്ളവരെ അവൻ സ്നേഹിക്കുകയുള്ളൂ. കഷ്ടപ്പെട്ട്
നമ്മളെ വളർത്തിയ ഉമ്മമാർക്കും പാപ്പാമാർക്കും വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. മറ്റുള്ള മതക്കാരെല്ലാം കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, ബലിതർപ്പണം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഈ മുസ്ലിംസിലെ ഒരു കൂട്ടര് ഇതേ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെണ്ണ് വിളിച്ചു പറയുകയാണ്, 10 കെട്ടിയവരുണ്ട്, അതിൽ 6 വയസ്സുകാരുണ്ട്. അന്നത്തെ കാലത്തെ കാര്യം വിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സുകാരിയെ കെട്ടിയ നില കൊണ്ട് അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇന്ന് നീ കുത്തിപ്പൊക്കുന്നതിന് ഈ പെണ്ണ് പർദ്ദയിട്ട ഒരു സ്ത്രീ പറയുവാണ്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട്, 6 വയസ്സായ പെണ്ണുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്നത്തെ കാര്യം എന്തിനു കുത്തിപ്പൊക്കുന്നടി പെണ്ണെ? നീ എന്തിനാ അന്നത്തെ കാര്യം ഇന്ന് കുത്തിപ്പൊക്കുന്നത്? ഇന്ന് കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നില്ലേ പീഡനം എന്ന് പറയുന്നത്. രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പീഡനം, ഇവൻ പൈസ കൊടുത്തില്ലെങ്കിൽ പീഡനം, ബന്ധപ്പെടുന്നതിന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ പീഡനമായി, അല്ലെങ്കിൽ കുഴപ്പമില്ല. അന്ന് 1400 വർഷത്തിന് മുമ്പ് പീഡനമൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണേൽ ആരെയും കല്യാണം കഴിക്കാം, എങ്ങനെ വേണേൽ ജീവിക്കാം. ഇന്നത്തെ കാലത്തല്ലേ അങ്ങനെ. ഇന്ന് വിളിച്ചും കൊണ്ടുപോയി ലോഡ്ജിൽ പോയിട്ട് ബന്ധപ്പെട്ടു, അവൻ കാശ് കൊടുത്തില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവന് അങ്ങോട്ട് പൈസ കൊടുക്കുന്നില്ല, അപ്പോഴാണ് ഈ പീഡനം എന്ന് പറയുന്നത്. ഈ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണിനെ ബന്ധപ്പെടുമ്പോൾ അവൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പീഡനമല്ല. സമ്മതിക്കാതിരിക്കുമ്പോഴാണ് അവളെ കൊല്ലുന്നത്, അതാ പീഡനം. പീഡിപ്പിച്ച് കൊന്നെന്ന് പറയുന്നില്ലേ, അത് സമ്മതിക്കാതിരിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അത് അവരുടെ ആ 6 വയസ്സായ ആ കൊച്ചിന്റെ ബാപ്പായും ഉമ്മയും സമ്മതിച്ച് കല്യാണം കഴിച്ചു കൊടുത്താണ്, നിക്കാഹ് കഴിച്ചു കൊടുത്താണ്. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പീഡിപ്പിച്ചല്ല. അന്ന് അതിനെ കല്യാണം കഴിച്ചു കൊടുത്താണ്. ബാപ്പായും ഉമ്മായും എല്ലാവരും ചേർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിക്കാഹ് കഴിച്ചു കൊടുത്താണ്. നിക്കാഹ് അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലയെ കൊണ്ട് പീഡിപ്പിച്ചിട്ടില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് നീ എന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നീ ഒരു ഇസ്ലാമല്ലേ? അന്നത്തെ കാര്യം ഇന്നെന്തിനെ കുത്തിപ്പോക്കണേ? ഓരോ ചോദ്യം ചോദിക്കുന്നത്. നിന്നെയൊക്കെ വിളിക്കേണ്ട പേര് ഇതല്ല കേട്ടോ, പേര് വേറെയാണ്, ഞാൻ പറയുന്നില്ല. ലോക മുസ്ലിങ്ങളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ തെറ്റെന്ന് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, അങ്ങ് ആ മരത്തിനെ വിളിക്കൂ. മരത്തിനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മരത്തിനെ വിളിച്ചപ്പോൾ മരം നടന്നു അങ്ങനെ വന്നെന്നാണ്. പർവ്വതത്തിനെ വിളിക്കാൻ പറഞ്ഞു, പർവ്വതവും വന്നെന്നാണ്. തിരിച്ചു പോകാൻ പറഞ്ഞാൽ തിരിച്ചു പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ, എന്നെ ആരാധിക്കണം എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ? എന്റെ കാല് പൂജ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. അള്ളാന്റെ റസൂല് പല കഴിവുണ്ടായിരുന്നു, പല കഴിവുകളുണ്ടായിരുന്നു. നടക്കുന്ന സമയത്ത് മേഘങ്ങൾ വന്ന് തള്ളായി നിൽക്കുമായിരുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ എന്നെ ആരാധിക്കാൻ, നീ ആരാധിക്കുന്നവനൊരുത്തനുണ്ട്, ഏകനായ അള്ളാഹ്. എന്നെ നീ ബഹുമാനിച്ചാൽ മതി. എന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബഹുമാനിച്ചാൽ മതി. ബഹുമാനിക്കുവാണെങ്കിൽ അതിന്റെ കൂലി അള്ളാഹു തആല തരും. ഞാനൊരു പ്രവാചകനാണ്, എന്നെ നിങ്ങൾ ആരാധിക്കരുത്. എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈകെട്ടി നിൽക്കത്തുള്ളൂ. അള്ളാന്റെ റസൂല് കൈയും കെട്ടി നിൽക്കത്തുള്ളൂ. അവിടെ ചെന്നിട്ട് ഇതെന്റെ ആളാണ്, ഇതെന്റെ മകളാണ്, എന്റെ ഇവരാണ്, അവരാണ് നെല്ലുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാൻ പറ്റൂല. ആരെയും അല്ലാഹു തആല കുടുംബക്കാരനെ ബന്ധുക്കാരനല്ല, അവനെ ആരും സൃഷ്ടിച്ചിട്ടുമില്ല, അവനൊരു ബന്ധവുമില്ല. എല്ലാവരും അവന്റെ മക്കളാണ്. അവനെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. അവനെ ആരെയും ഗുണദോഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവനെ എല്ലാം അറിയുന്നവനാണ്.
അവൻ പറയേണ്ട കാര്യങ്ങൾ ഖുറാനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ പ്രാവശ്യം വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, നബിയെ അങ്ങ് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അങ്ങ് എന്ത് തെറ്റ് ചെയ്താലും സ്വർഗ്ഗലോകം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്, അങ്ങ് എന്ത് തെറ്റ് ചെയ്താലും സ്വർഗ്ഗലോകം തരാമെന്ന് കൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇതേപോലെ ജീവിച്ചില്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്നവർ അഹങ്കാരം പിടിച്ചവരായിരിക്കും, അവർ വേറെ രീതിയിൽ പ്രവർത്തിക്കും. അള്ളാന്റെ റസൂൽ അങ്ങനെയായിരുന്നു. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമായിരുന്നു. അള്ളാന്റെ എന്നല്ല, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യ അവൻ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവന്റെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങുക, അതും ജുവാ ചെയ്താ വാങ്ങിക്കുന്നത്. എനിക്കിത് തരണം അള്ളാഹ് കൊണ്ട് പറയുന്നില്ല, അള്ളാഹുവേ എൻ്റെ പിൻഗാമിയാക്ക് ഒന്നും ആക്കല്ലേ, ദുആ ചെയ്യുവാണ്. അവരെ തെറ്റുകളെല്ലാം മാഫായി കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ പല പല മൃഗങ്ങളെ രൂപം കൊടുക്കുമായിരുന്നു. പല പല മൃഗങ്ങളെ രൂപമാണ് കൊടുത്തത്. അവരെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. അന്നേരം അള്ളാന്റെ റസൂൽ ദുആ ചെയ്തു, അള്ളാഹുവേ ഇങ്ങനെയൊന്നും കോലം മാറ്റല്ലേ, അവർ നിന്റെ പക്കൽ വരുന്നവരല്ലേ, ഈ ദുനിയാവിൽ വെച്ച് അവർക്ക് ശിക്ഷ കുറയ്ക്കണേ എന്നുകൊണ്ട് ദുആ ചെയ്തിട്ടാണ്, അല്ല അള്ളാന്റെ അടുത്ത് ആജ്ഞാനിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അള്ളാന്റെ അടുത്ത് കരഞ്ഞ് ദുആ ചെയ്തിട്ടുള്ളൂ. അള്ളാന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് ദുആ ചെയ്തിട്ടുള്ളൂ. അള്ളാനെ പേടിയായിരുന്നു, തെറ്റായ ഒരു മാർഗവും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുസ്ലിം തന്നെ കുറെ വിവാഹങ്ങളുണ്ട്, നബി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു പറ? 3 ദിവസം പട്ടിണി കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പറമ്പിൽ പണി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ ഞാൻ 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഞാനതൊരു കല്ലെടുത്ത് വെച്ച് കെട്ടിയിട്ട് എൻ്റെ ഇത് മുറുക്കിയിരിക്കുകയാണ്, എൻ്റെ വിശപ്പറിയാതെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്തെ ഞാൻ 2 കല്ലാണ് വെച്ചിരിക്കുന്നത്, വിശന്നിട്ട് ഞാൻ 2 കല്ലാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് പരിഹാരം കാണാം. ഇപ്പോൾ വാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒതു കൊടുത്തിട്ട് ശകലം വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ഒരു ഉഷാറായി. വാങ്ക് വിളിച്ച് കഴിഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞപ്പം വിശപ്പൊക്കെ മാറി. പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളെ എവിടെ വെള്ളം കുടിക്കുന്നത്? സുന്നത്തിന് വേണ്ടി ശകലം വെള്ളം കുടിക്കില്ല. ഇന്ന് ആർക്കാ അള്ളാന്റെ വിശ്വാസം? പറ. ചുമ്മാ പോയിട്ട് വരുക, അല്ലാഹു അക്ബർ. അസൂയയാണ്. ഇന്ന് നിസ്കരിക്കുന്നവർക്കൊക്കെ അസൂയയാണ്. കാരണം അടുത്തവന്റെ വീട്ടിൽ അടുത്തവൻ ഒരു ഇഷ്ടിയ കൂടുതൽ വെക്കുവാണെങ്കിൽ ഇവൻ 2 ഇഷ്ടിയ കൂടുതൽ വെക്കുന്നവനാണ്. ഇന്നൊരു കേരളത്തിൽ നിന്ന് ഒരാള് ഇവിടെ അടിമാലി ടൗണിൽ വന്നിട്ട് പിന്നെ ജോലി എടുക്കുമായിരുന്നു. അദ്ദേഹം ഗൾഫെല്ലാം കഴിഞ്ഞിട്ട് വന്നതാ. അടിമാലി വന്ന് മാനേജ്മെന്റ് ജോലി എടുക്കുവാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം പറയണം. എൻ്റെ സലീമിക്ക, ഞാൻ എന്തെല്ലാമൊക്കെ ചെയ്തു കൊടുത്തിട്ടും അപ്പുറത്തെ വീട്ടിൽ എന്ത് കൊണ്ടുവന്നാലും അതേപോലെ ഇവർക്കും വേണം. സമാധാനം കൊടുക്കൂല. ഭാര്യന്മാര് ഈ ഭർത്താക്കന്മാർ സമാധാനം കൊടുക്കൂല. അവിടെ 30,000 ബെഡ് വന്നു. എന്നിട്ട് ഇവിടെ ഇവര് കിടന്നുകൊണ്ട് നിസ്കരിക്കല. നിസ്കാരത്തിന് ഒരു കുറവുമില്ല. അസൂയ എന്ന് പറഞ്ഞ വാക്കുകളാണ് ഇവരുടെ ഉള്ളത്. ഇവരൊക്കെ അവിടെ ഇവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നാലും ഇവർക്ക് വീട്ടിൽ ജോലിക്കാരെ വെക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
വാപ്പ എനിക്ക് ഒരു അടിമേനെ വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന് പറയട്ടെ, ആ അടിമയ്ക്ക് ശമ്പളം കൊടുക്കാൻ നിന്റെ കാശുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അവർ അപ്പം സ്വന്തം മോള് പറഞ്ഞാണ്, ആ ഒട്ടകത്തിന് വേറെ ഒന്നും ചെയ്യേണ്ട, ഞാൻ കൊണ്ടിടുന്ന പുല്ലെന്ന് വാരി കൊടുക്കാൻ ഒരു സഹായത്തിന് ഒരാളെ കിട്ടുമെന്ന് വെച്ചാൽ അടിമേനെ തരാമെന്ന് വെച്ചു. തരാൻ പറ്റൂല മക്കളെ, നിന്റെ കയ്യിൽ കാശുണ്ടോ? അടിമയ്ക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടോന്നാ ചോദിച്ചത്. നീ എത്ര കഷ്ടപ്പെടുന്നു അത്രയും നിനക്ക് അല്ലാഹു തആല തരും. നീ നിന്റെ ഭർത്താവിനെ അറിയിക്കണ്ട, നിനക്ക് അല്ലാഹു തആല അതിന്റെ കൂലി തരുമെന്നാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളുടെ അടുത്താ പറയുന്നത് കേട്ടോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നെ സ്വർഗത്തിലെ രാജകുമാരിയുടെ അടുത്താ പറയണത്. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളങ്ങ് ചിന്തിക്കുവോ? ബാപ്പാന്റെ അടുത്ത് പറയും മിസ്സി വേണമെന്ന് പറഞ്ഞാൽ ഉടൻ മിസ്സി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബാപ്പാന് ചമ്മന്തിയില്ല. ബാപ്പാന് അത് വേണം ഇത് വേണം, സ്ത്രീധനം കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ആ അലമാര വേണം ഈ അലമാര വേണമെന്നും കൊണ്ട് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞില്ലെങ്കിൽ മോള് പറയാണ്, പേടിപ്പിക്കുകയാണ് സ്വന്തം ബാപ്പാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അടിമേനെ വിട്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചത്. ആ നബിയെ പറ്റിയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രവാചകനെ കാണട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളെയൊക്കെ നേതാവിനെ കാണട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് വേറൊരു ആൾ വന്നു, അമുസ്ലിമായ. നോക്കുമ്പോൾ എന്താണ്, നിങ്ങളെ നേതാവ് ഈ ഈത്തപ്പനേൻ്റെ ഓലേൻ്റെ ചുവടിലാണ് കിടക്കുന്നത് ചോദിച്ചു. ഇതാ ഞങ്ങളെ മുസ്ലിങ്ങളെ നേതാവെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് ആ ചരിത്രമുണ്ട്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി കുറ്റപ്പെടുത്താനേ ഉള്ളൂ. പെണ്ണുങ്ങൾ ചോദിക്കുക, ഒരു മുസ്ലിം പെണ്ണ് ചോദിക്കുവാണ് 10 കെട്ടിയെന്ന് പറയുന്നത്, അതിലൊരു 6 വയസ്സായ കൊച്ചുണ്ടല്ലോ എന്ന്. ഇവിടെ തന്നെ മറുപടി പറയാൻ ഇവള് ആ പർദ്ദ ഇട്ടിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? മുസ്ലിം എന്ന പേരേ ഉള്ളൂ ഇവക്കൊക്കെ. ഇന്ന് എന്തോരം പെണ്ണുങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. പണ്ടും പീഡിപ്പിച്ചിരുന്നു കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അവർ ഗർഭമായിട്ടുണ്ട്. ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു. ഒരു പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. അവൾ ഗർഭമായപ്പം അവളെ ആങ്ങളയില്ലേ നാണക്കേട് കൊണ്ടിട്ട് അവളെ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞത്. അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട് കേട്ടോ കേരളത്തിൽ. ആ പെണ്ണിന്റെ ആങ്ങള അവളെ കഴുത്തറുത്ത് കൊന്നു. അന്ന് പോലീസുകാരൊന്നും വന്നില്ല. ഈ പീഡിപ്പിച്ച ആരാണ്, ഗർഭം ഉണ്ടാക്കിയ ആരെന്നെല്ലാം ചോദിക്കാൻ ഒരു കോടതി ഇല്ലായിരുന്നു. ഈ ആണുങ്ങളെ ഈ ആങ്ങളനെ പിടിച്ചും കൊണ്ടുപോയിട്ട് ജീവപര്യന്തം കൊടുത്തായിരുന്നു. എന്നിട്ട് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പറ്റി ആരും അന്വേഷിച്ചിട്ടില്ല. പീഡനം പണ്ടുണ്ടായിരുന്നു കേട്ടോ. 80, 65 അങ്ങനത്തെ കാലത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. 90-ന് മുമ്പേയൊക്കെ പീഡനം ഉണ്ടായിരുന്നു. ഇന്നാണ് പീഡിപ്പിക്കുന്നത്. ഒരു പെണ്ണിനെ 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാലും പീഡിപ്പിക്കല. കാരണം അവർക്ക് ഏത് വസ്ത്രം ഇട്ടുകൊണ്ട് പോവാം, ഏത് വസ്ത്രം ധരിക്കാം. അവരെ കാണുമ്പോൾ നമ്മൾ കുനിഞ്ഞു നോക്കിക്കൊണ്ട് പോകണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം പെണ്ണുങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. അവർ എന്നാ ഭാഷ വിളിച്ചാലും ആരും ഒന്നും ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുക. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ തന്നെ. ഇനിയൊരു നബി നമുക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അസ്സലാമു അലൈക്കും.